2025 സംഘർഷങ്ങൾക്ക് ശേഷം ആണവ ചർച്ചകൾക്കായി തുർക്കിക്ക് പകരം ഒമാനെ വേദിയായി നിർദ്ദേശിച്ച് ഇറാൻ നിർണായക നീക്കം നടത്തി. കൂടാതെ ഇതുവരെ പ്രകടിപ്പിച്ചതിനേക്കാൾ വലിയ സൈനിക മിസൈൽ ശേഷി തങ്ങൾക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇറാന്റെ വാറും സജ്ജമായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കയുമായുള്ള ബന്ധം സങ്കീർണമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ നീക്കങ്ങൾ. ആണവ ചർച്ച തുർക്കിക്ക് പകരം ഒമാനിൽ വെച്ച് നടത്താനാണ് ഇറാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അമേരിക്കയുമായി ന്യായവും നീതിയുക്തവുമായ ചർച്ചകൾ നടത്താൻ രാജ്യത്തെ വിദേശകാര്യമന്ത്രിയോട് നിർദ്ദേശിച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നു. കഴിഞ്ഞ മാസം രാജ്യത്തെ പ്രതിഷേധക്കാർക്ക് എതിരായി ആരംഭിച്ച രക്തരൂക്ഷിതമായ അടിച്ചമർത്തലിനും ഇത് മറയാക്കി അമേരിക്കൻ പക്ഷം തുടക്കമിട്ട സായുധ നീക്കത്തിനും ശേഷം ഇറാനിൽ നിന്നുള്ള ആദ്യത്തെ സമാധാന സൂചനയാണിത്. രാജ്യത്തെ പ്രക്ഷുബ്ധാവസ്ഥ തന്റെ നിയന്ത്രണത്തിനപ്പുറമാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരുന്നു. ചർച്ചകൾക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയിൽ നിന്ന് പ്രസിഡന്റിന് പിന്തുണ ലഭിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ആഴ്ച അവസാനം ഇസ്താംബൂളിൽ ഇരു രാജ്യങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അതിനിർണായകമായ ആണവ ചർച്ചകൾ ഒമാനിലേക്ക് മാറ്റിയേക്കുമെന്നാണ് സൂചന. ഇറാനാണ് ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ചർച്ചകൾക്കായി തുർക്കിയെയായിരുന്നു നിശ്ചയിച്ചിരുന്നതെങ്കിലും മുൻപ് പലതവണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾക്ക് ഒമാൻ വിജയകരമായി വേദിയായിട്ടുള്ളത് പരിഗണിച്ചാണ് ഇറാന്റെ ഈ നീക്കം. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെ ചർച്ചാവേദി മാറ്റണമെന്ന ഇറാന്റെ ആവശ്യം അമേരിക്ക അംഗീകരിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ചർച്ചകളുടെ ഭാവി. അമേരിക്കയുമായി ആണവ ചർച്ചകളിലേക്ക് കടക്കുമെന്നാണ് നേരത്തെ ഇറാൻ പ്രഖ്യാപിച്ചത്. ഉചിതമായ സാഹചര്യം ഉരുത്തിരിഞ്ഞ ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രിയെ ഇതിനായി ചുമതലപ്പെടുത്തിയെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്താംബൂളിലായിരിക്കും ചർച്ചകൾ നടക്കുകയെന്നാണ് സൂചന. മിഡിൽ ഈസ്റ്റിലെ പ്രധാന അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കും. ഇറാന്റെ ആണവ പദ്ധതി തന്നെയാകും പ്രധാന ചർച്ച. സമ്പുഷ്ടീകരിച്ച യുറേനിയം അടിയറ വയ്ക്കുന്ന പ്രശ്നമില്ല എന്ന നിലപാടിൽ നിന്ന് ഇറാൻ പിന്മാറില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഷിയും US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും തമ്മിലാകും ചർച്ചകൾ. ഈജിപ്തും സൗദിയും തുർക്കിയുമായും ഇറാൻ വിദേശകാര്യമന്ത്രി ഇതിനകം സംസാരിച്ചു കഴിഞ്ഞതായാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US സൈന്യം ആക്രമിച്ചാൽ വൻ പ്രാദേശിക യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് ഇറാൻ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ പ്രതിഷേധക്കാർക്കെതിരായ നടപടികളിൽ പ്രകോപിതനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിലേക്ക് വൻ നാവികപ്പട അയച്ചതിനു പിന്നാലെയാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇതിനിടെ യൂറോപ്യൻ യൂണിയനിലെ സൈന്യങ്ങളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച് ഇറാൻ പാർലമെന്റ് തിരിച്ചടിച്ചു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിനെ യൂറോപ്യൻ യൂണിയൻ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ നീക്കം. അതിനിടെ ഇറാന്റെ സൈനിക ശക്തി വർദ്ധിച്ചതായും 2025 ജൂണിലെ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം പൂർണ്ണ ശക്തി പ്രകടിപ്പിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. കൂടാതെ ഇറാനുമായി US സജീവ ചർച്ചകളിൽ തന്നെയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അറബിക്കടലിൽ ഇറാനിയൻ ഡ്രോൺ US വിമാനവാഹിനി കപ്പൽ വെടിവെച്ച് വീഴ്ത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. മുമ്പ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ പോലെയുള്ള മറ്റൊരു സൈനിക നടപടി ഒഴിവാക്കാൻ ഇറാൻ താൽപര്യപ്പെടുന്നതായും പക്ഷേ ചർച്ചകൾ വേണമെന്നും ട്രംപ് വ്യക്തമാക്കി. ചൊവ്വാഴ്ച തങ്ങളുടെ വിമാനവാഹിനി കപ്പലിന് നേരെ ആക്രമണ ലക്ഷ്യത്തോടെ വന്ന ഇറാനിയൻ ഡ്രോൺ US വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന വെളിപ്പെടുത്തലുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഓവൽ ഓഫീസിൽ നടന്ന ഒരു പരിപാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനിൽ ഡിസംബറിൽ തുടങ്ങിയ പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ 6563 പേർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനയായ HRANA റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 124 കുട്ടികളും ഉൾപ്പെടുന്നു. പ്രതിഷേധം അടിച്ചമർത്താൻ ജനുവരി 8 മുതൽ ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് നിയന്ത്രണം വിവരങ്ങൾ പുറം ലോകത്തെത്തുന്നതിന് ഇപ്പോഴും തടസ്സമാകുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.